ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തേത് പഴം വെച്ചിട്ട് റെഡിയാക്കാൻ പറ്റുന്ന 4 സിമ്പിൾ റെസിപ്പീസാണ്. കുട്ടികൾക്ക് സ്കൂളിലേക്ക് ടിഫിനായിട്ടും അതുപോലെ വൈകുന്നേരം സ്നാക്കായിട്ടെല്ലാം കൊടുക്കാൻ പറ്റുന്ന 4 സിമ്പിൾ റെസിപ്പീസാണ്. പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക, ഇഷ്ടമായിട്ടില്ലെങ്കിലും അറിയിക്കുക. ആദ്യത്തെ റെസിപ്പി ബനാന ബോക്സ് ആണ്. അപ്പോൾ അത് റെഡിയാക്കാൻ ഒരു പഴം എടുത്തിട്ടുണ്ട്. ഈ ഒരു റെസിപ്പിക്ക് പഴം 4ആയിട്ടല്ല, ഒന്നും കൂടി ചെറുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതാ പാന് വെച്ച് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂണ് ഗീ ഇട്ട് കൊടുക്കുക. ഗീയിൽ നിന്ന് നല്ലവണ്ണം ചൂടായിട്ട് വരുമ്പോൾ അതിനകത്തേക്ക് നട്ട്സ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണ് കാഷ്യൂസും കുറച്ച് കിസ്മിസും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ തന്നെ ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇട്ട് കൊടുക്കുക. പഴം ഒരു 2-3 മിനിറ്റ് മതി കേട്ടോ. ആ ഒരു സമയം കൊണ്ട് തന്നെ പഴം നന്നായിട്ട് തന്നെ വഴന്ന് വരും. ഇനി ഇതാ ഇതിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ അതിനകത്തേക്ക് 3 ടേബിൾ സ്പൂണ് തേങ്ങ ചിരവിയതും 1/4 ടീസ്പൂൺ ഏലക്കയും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. 2-3 മിനിറ്റ് മതി കേട്ടോ. അപ്പോഴേക്കും പഴത ഇതുപോലെ ആയിട്ട് വരും. ഇനി ഇതാ നമുക്കിത് മാറ്റി വെക്കാം. അടുത്തത് ഒരു ബൗളിലേക്ക് ഇതാ 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദൻ്റെ കൂടെ തന്നെ 1-2 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു കളറിന് വേണ്ടിയിട്ട് കൂടി പോകണ്ട, കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല കളർ വരും. പിന്നെ ആവശ്യത്തിന് ഉള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് ഇതാ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം ലൂസായിട്ട് തന്നെ ഈ ഒരു ബാറ്റർ റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോഴാണ് നമ്മളിത് പരത്തിങ്ങനെ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായിട്ട് പോവുള്ളൂ. ഇനി ഇതാ പാന് സ്റ്റവിൽ വെച്ചിട്ട് അതിനകത്തേക്ക് ഇതാ ചൂടായിട്ട് വരുമ്പോൾ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്ത് നമ്മൾ സാധാരണ ദോശയെല്ലാം ചുറ്റിച്ചെടുക്കുന്ന പോലെ തന്നെ ചുറ്റിച്ചിട്ട് എടുക്കുക. പാൻ്റെ ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കണ്ട, അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ എന്താ പറയുക ഒട്ടിപ്പോവുള്ളൂ കേട്ടോ. ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരും. മറിച്ചൊന്നും ഇടണ്ട കേട്ടോ. പക്ഷെ നമ്മളിതാ അത് പാനിൽ നിന്ന് എടുത്ത് മാറ്റുമ്പോൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. അതെന്താണെന്ന് പറയാം. ഇനി ഇതാ ഇതിനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലവണ്ണം എന്താ പറയുക ഒരു ബോക്സ് പോലെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. ഇതിപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തില്ലേ, അങ്ങനെ ആകുമ്പോൾ ആണ് കേട്ടോ കാണാനും ഒന്നുകൂടെ ഭംഗിയുള്ളത്. കാരണം മേൽഭാഗമാണ് നല്ല സ്മൂത്തായിട്ട് വരിക. അപ്പോൾ ഇതാ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. ഒരു ബോക്സ് പോലെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ നമ്മളുടെ ബനാന ബോക്സ്. എളുപ്പമാണ്. അതുപോലെ തന്നെ ഈ ഒരു ബോക്സിൻ്റെ ഈ ഒരു ദോശ റെഡിയാക്കിയിട്ട് എടുക്കുമ്പോൾ നല്ല കനം കുറച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഫസ്റ്റ് റെസിപ്പി. എളുപ്പമാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ലൈറ്റായിട്ട് യെല്ലോ കളറ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പം കുട്ടികൾക്കെല്ലാം കൊടുക്കാം, നമുക്കും കഴിക്കാം. ഇനി ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഐറ്റം തന്നെയാണ്. പക്ഷെ നമ്മളിത് ചെറിയ ക്വാണ്ടിറ്റിയിൽ അധികം റെഡിയാക്കലില്ല കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതാ ഒരു പഴമാണ് എടുത്തിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ട്. നമുക്കിപ്പോൾ ഒരു 10-15 മിനിറ്റ് അത്ര ടൈമേ വേണ്ടി വരുള്ളൂ ഇത് റെഡിയാക്കിയിട്ട് എടുക്കാൻ. നമുക്ക് പഴവും മുട്ടയുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പഴം എടുത്തിട്ട് അതിങ്ങനെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ ഒരു സോസ് പാന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കുക. ഗീ ഇല്ലെങ്കിൽ നമുക്ക് ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. ഗീ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിനകത്തേക്ക് ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഈ പഴം ഒന്ന് വഴന്ന് വരുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് 2 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇതൊരു മീഡിയം മധുരമാണ്. ഒന്നുകൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി പാലില്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതാ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു നുള്ളു ഉപ്പ്, ഒരു 1/4 ടീസ്പൂണിനെക്കാട്ടും കുറച്ച് കുറവ് ഉപ്പ്, നല്ലൊരു ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക. അപ്പോഴേക്കും പഴം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് താഴെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള മുട്ടയുടെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറിയ ക്വാണ്ടിറ്റിയിലും കുട്ടികൾക്കും നമുക്കൊക്കെ വേണ്ടിയിട്ട് ഇത് റെഡിയാക്കിയിട്ട് എടുക്കുക. ഒരുപാട് പണിയൊന്നുമില്ല. 2 മുട്ടയും അതുപോലെ തന്നെ ഒരു പഴം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് കേട്ടോ. ഇനി അത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു ഫോയിലെല്ലാം വെച്ചിട്ട് എന്തെങ്കിലും ഹോൾ ഉണ്ടെങ്കിൽ ക്ലോസ് ചെയ്ത് കൊടുക്കട്ടോ. അത്ര നിർബന്ധമൊന്നുമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് വെച്ചെന്നേ ഉള്ളൂ. ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡി ആയിട്ട് വരും. മുകൾ ഭാഗം ഒന്ന് സെറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്യൂ അതുപോലെ റൈസിൻസ് എല്ലാം ഇട്ട് കൊടുക്കുക. നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഇത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് നട്ട്സാണുള്ളത് അത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. വെറുതെ പഴം മുട്ടയും മക്കൾക്ക് കൊടുക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും, കഴിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കായ്പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മറിച്ചിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് കളർ മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കുഞ്ഞി കായ്പോള. ഇതൊന്ന് ഇനി കട്ട് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ വൈകുന്നേരം എല്ലാം നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഒരു കട്ടിക്ക് എന്തായാലും ഇത് ഉണ്ടാവും കേട്ടോ. പിന്നെ ഉണ്ടാക്കുമ്പോൾ ചെറിയ സോസ് പാൻ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അവൽ പഴം വിളയിച്ചതാണ്. ഈസിയാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്, ഭയങ്കര സിമ്പിളുമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ, പഴത്തിൻ്റെ അളവെല്ലാം. പഴം എടുത്തിട്ട് 4ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പാന് വെച്ച് കൊടുത്തിട്ട് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കുക. ഈ ഒരു റെസിപ്പിക്ക് എല്ലാം ഗീ ആണ് ഒന്നുകൂടെ നല്ലത്. ഇനി ഗീ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്യാം. പിന്നെ കാഷ്യൂസ് ഒന്ന് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അതൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ തന്നെ അതിനകത്തേക്ക് കുറച്ച് കിസ്മിസ് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് കോരി മാറ്റി വെക്കുക കേട്ടോ. ഇനി ബാക്കിയുള്ള ഗീൽക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം തന്നെ വഴറ്റിയിട്ട് അതും അതുപോലെ തന്നെ മാറ്റി വെക്കുക. പഴം വഴന്ന് വരാൻ ഒരു 2-3 മിനിറ്റ് മതി കേട്ടോ. ആ ഒരു സമയം കൊണ്ട് തന്നെ ഇത് വഴന്ന് കിട്ടും. ഇനി ആ പാനിലേക്ക് തന്നെ ഒരു 1/4 കപ്പ് അവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ വറക്കാത്ത അവിലാണ്. ഇപ്പോൾ വറുത്ത അവിലാണെങ്കിലും അധികം ക്രിസ്പൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കട്ടോ. നമ്മളിങ്ങനെ അവിൽ കയ്യിൽ പിടിക്കുമ്പോൾ നന്നായിട്ടൊന്ന് പൊടിഞ്ഞു പോകും. ആ ഒരു രീതിക്ക് വറുത്തെടുക്കുക. 2 മിനിറ്റ് അത്ര മതി കേട്ടോ. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ശർക്കരയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയൊരു പീസ് ശർക്കരയാണ്. ഇതിന്നൊരു 1/4 ഭാഗം മാറ്റി വെച്ചിട്ട് ബാക്കി ഞാനൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പം അല്ലെങ്കിൽ ഒരുപാട് മധുരമായി പോകും. ഇതും അത്യാവശ്യം മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കുക. ശർക്കര എല്ലാം മെൽറ്റായി ഇതുപോലെ ബബിൾസ് എല്ലാം വരുന്ന ടൈമിൽ ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. തേങ്ങ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റിന് ശേഷം ഇതിനകത്തുള്ള വെള്ളം എല്ലാം ഒന്ന് വറ്റി വരുന്ന ആ ഒരു ടൈമിൽ ഇതിനകത്തേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ല അവിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക.
അവിൽ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇതിനകത്തേക്ക് ഇതാ നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള പഴം ഇട്ട് കൊടുക്കുക, പിന്നെ നട്ട്സും ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയും ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇനി രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും ഇട്ട് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ ഏലക്കയും ജീരകമെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ. ഇതെല്ലാം കൂടി ഇനി നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ, അത്ര നേരം മതി. അപ്പോൾ നമ്മളുടെ അവിൽ പഴം വിളയിച്ചത് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എളുപ്പമാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്, നല്ല സിമ്പിളുമാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. എല്ലാവരും ട്രൈ ആക്കിയിട്ട് നോക്കുക. ഇനി ഇതാ നമ്മുടെ ലാസ്റ്റ് റെസിപ്പി ബനാന ബോൾസ് ആണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ ഞാനിപ്പോൾ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഈ ഒരു ബനാന ബോൾസ് റെഡിയാക്കാൻ ഒരു മീഡിയം അല്ലെങ്കിൽ നല്ല പഴുത്ത പഴമാണെങ്കിലും കുഴപ്പമില്ല. അധികം പഴുക്കാത്ത പഴം എടുക്കുന്നതിനെക്കാട്ടിക്ക് നല്ലത് മീഡിയം അല്ലെങ്കിൽ നല്ല പഴുത്ത പഴം എടുക്കുന്ന കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇതാ പാന് വെച്ച് കൊടുത്തിട്ട് അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴമില്ലേ അത് ഇട്ട് കൊടുക്കുക. പഴം നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക കേട്ടോ. അത്യാവശ്യം ഒരു 2-3 മിനിറ്റ് ആകുമ്പോൾ തന്നെ പഴം നന്നായിട്ട് വഴന്ന് വരും. പഴം നന്നായിട്ട് വഴന്ന് വന്ന ശേഷം ഇതിനകത്തേക്ക് ഇനി ഒരു 1/4 കപ്പ് റവ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ വറുക്കാത്ത റവയുണ്ട് എടുത്തിട്ടുള്ളത്, വറുത്തതാണെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 2 മിനിറ്റ് എന്തായാലും ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. വറുക്കാത്തതാണെങ്കിൽ എന്തായാലും റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. ജസ്റ്റ് ഇതാ ഇതിലിട്ടിട്ട് തന്നെ റോസ്റ്റ് ചെയ്താൽ എടുത്താൽ മതിട്ട്. അങ്ങനെ ഒരുപാട് റോസ്റ്റായിട്ട് അങ്ങനെ വരണമെന്നൊന്നുമില്ല. ഇനി ഇതാ ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചെരുവിയത് അത് ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് പാലൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് തന്നെ പാലെല്ലാം വറ്റി വരും റവ ഉള്ളതുകൊണ്ട് തന്നെ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുക. കണ്ട പാല് പെട്ടെന്ന് തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഏലക്കപ്പൊടി എന്തായാലും ഇട്ട് കൊടുക്കട്ടെ, നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലിനെല്ലാം വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ജസ്റ്റ് എല്ലാം ഒന്ന് കമ്പൈനായി വരാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റോ അല്ലെങ്കിൽ 1.5 മിനിറ്റ് എല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത്, നല്ല ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഇതൊന്ന് ചൂടാറിയ ശേഷം ബോൾസ് ആക്കിയിട്ട് എടുക്കുക. പിന്നെ ഇതാ ഇതിനകത്തേക്ക് ഞാനിപ്പോൾ നട്ട്സ് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സ് ചേർക്കുക. അതല്ലെങ്കിൽ ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കുമ്പോൾ ഇതിൻ്റെ നടുക്കായിട്ട് നിങ്ങൾക്ക് നട്ട്സോ എന്താ പറയുക കിസ്മിസോ അല്ലെങ്കിൽ ഈത്തപ്പഴല്ലേ അതിൻ്റെ ഒരു ചെറിയൊരു പീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കുട്ടികൾക്കെല്ലാം കൊടുക്കുമ്പോൾ അവർക്കൊരു ഇഷ്ടമായിരിക്കും അങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അത് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിതാ ഇത്രയും ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ പാനൊന്ന് വെച്ച് കൊടുത്തിട്ട് ഞാനിതൊന്ന് ഷാലോ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ ഒന്ന് കളർ മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കുറച്ച് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗീ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഓയിൽ യൂസ് ചെയ്തു ഉള്ളൂ. അപ്പോൾ അതാ കുറച്ച് നേരം ഇട്ടിട്ട് ഒന്നിങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ അതാ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡീപ്പ് ഫ്രൈ ആയിട്ടും ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ബ്രെഡ് ക്രംസ് എല്ലാം ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്തിട്ട് എടുക്കാം. സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ബോൾസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ട്രൈ ആക്കിയിട്ട് നോക്കുക. ഇന്നത്തെ 4 റെസിപ്പിയും നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ട്രൈ ആക്കിയിട്ട് നോക്കുക. കുട്ടികൾക്കെല്ലാം കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് എന്താ പറയുക വെറൈറ്റി ആക്കിയിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ട്രൈ ആക്കിയിട്ട് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ്സിലൂടെ അറിയിക്കുക. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസും വ്ളോഗ്സായിട്ട് വരാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ.